വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ പറഞ്ഞു നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന്. പിന്നെ ഒരു 2 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല പ്ലാൻ എ മാറി പ്ലാൻ ബി ആകാൻ. ഞങ്ങൾ ബട്ടർ ഗാർലിക് ചിക്കൻ അങ്ങനെയല്ലേ പറയുന്നത്, ആ സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു ഐറ്റം ഉണ്ട് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇത് ഈ ഉരുട്ടുന്നതും പരത്തുന്നതും കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചപ്പാത്തിയാണെന്ന്. പക്ഷേ അത് ചപ്പാത്തിയല്ല കേട്ടോ. ഞങ്ങൾ നാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതുവരെ ഈ സാധനം ഉണ്ടാക്കിയിട്ടില്ല. 2 പേർക്കും ഒരു ഐഡിയ ഇല്ല. കുറേ വീഡിയോസൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് പരത്തി ദാ ഇങ്ങനെ ബട്ടറൊക്കെ തേച്ച് നമ്മുടെ നാനിനെ ഇട്ട്, പിന്നെ അത് വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ തീയുടെ പുറത്തൊക്കെ ഇട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടലാണ്. അവസാനം പിന്നെ കത്ത് പിടിക്കുമെന്നായപ്പോൾ ഞങ്ങളത് നിർത്തിയിട്ടേ ചുമ്മാ പാനിലിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഇതേ പൊങ്ങിയൊക്കെ വരുന്നുണ്ട്, നല്ല രസമില്ലേ കാണാനായിട്ട്. അങ്ങനെ ഇതിൻ്റെ കാര്യം സെറ്റാക്കി. പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണമല്ലോ. ഈ നമ്മൾ പറയുന്ന ഗാർലിക് ബട്ടർ ചിക്കനോ ആ സാധനം എന്ന് പറയുന്നത് വെള്ള കളറിലൊരു സംഭവമാണ്. ഞങ്ങൾ വിചാരിച്ചെന്തോ വലിയ സാധനമാണ്. പക്ഷേ കുരുമുളകൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ബട്ടറിൽ ചിക്കൻ വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വെള്ള കളർ ഞാൻ വിചാരിച്ച എന്തോ വലിയ സംഭവമായിരിക്കുന്നു. അല്ല, നമ്മുടെ വെറും മൈദപ്പൊടി കലക്കി ഒഴിക്കുന്നതാണ് ഈ വെള്ള കളർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വലിയ സംഭവമായിട്ട് തോന്നിയ സാധനം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത് കേട്ടോ. പക്ഷേ കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല പണിയുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ചപ്പാത്തിയും ചിക്കൻ കറിയും മതിയായിരുന്നു. പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത്, വെറുതെ ഇരിക്കുന്നതല്ല, സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ പരീക്ഷ ചെയ്ത് നോക്കണം കേട്ടോ.